സോ ഹായ് ഗൈസ്. സോ നമ്മുടെ നെക്സ്റ്റ് വർക്ക് വന്നിരിക്കുന്ന ഒരു മെമ്മോറിയൽ റെസിൻ ഫ്രെയിമാണ്. സോ നമ്മുടെ ക്ലയൻറ്റ് വന്നിട്ട് നമുക്ക് കുറച്ച് പ്രിസർവ് ചെയ്യാനുള്ള ഐറ്റംസ്, അതായത് സ്പെറ്റ്സ്, സിഗരറ്റ് ആൻഡ് ബീഡി, സോ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും അതുപോലെ തന്നെ ഫോട്ടോസും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വോണ്ട് ഗുഡ് ലുക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഓൾസോ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡിലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്ത് അത് ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്പെറ്റ്സും വയ്ക്കുന്നത്. സോ ഫോട്ടോസും സ്പെറ്റ്സും അതുപോലെ സ്റ്റോൺസും വെച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യണം. കാരണം റെസിൻ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ കലക്കുക ഒഴിക്കുക അതല്ല ആക്ച്വലി. സോ ഓരോ സ്റ്റോണും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തില്ലെങ്കിൽ, ഓരോ ഫോട്ടോസും അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചില്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മിസ്സാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇനി സിഗരറ്റ് ആൻഡ് ബീഡി, ഈ ഒരു രണ്ട് സംഭവം പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ നോർമലി എടുത്ത് വെച്ച് റെസിൻ പോർ ചെയ്യുന്ന അങ്ങനെ അല്ല. അതിനൊരു സ്പെസിഫിക് വേ തന്നെയുണ്ട്. സോ അത് ഞാൻ പാർട്ട് 2 വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം, കാരണം കുറച്ച് ലെങ്ത് കൂടി പോകും. സോ ഓക്കെ, നെക്സ്റ്റ് ലെയർ ഒഴിക്കുമ്പോൾ ഈ പ്രിസർവ് ചെയ്ത സിഗരറ്റ് ആൻഡ് ബീഡി ഇത് വെച്ചിട്ടാണ് നമ്മൾ തേർഡ് ലെയർ പോർ ചെയ്യുന്നത്. തേർഡ് ലെയർ പോർ ചെയ്ത് ഒരു 24 hours കഴിഞ്ഞ് ഒന്ന് സ്റ്റിക്ക് ആയതിനു ശേഷം വേണം ഫോർത്ത് ലെയർ ഒഴിക്കാൻ വേണ്ടി. ആക്ച്വലി റെസിൻ ഈസ് എ വെരി എക്സ്പെൻസീവ് തിങ്. സോ അതുകൊണ്ട് തന്നെ എത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് ആ ഫ്രെയിം ഫുള്ളും ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റ് മീഡിയം വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് സെറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.